ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മഹീന്ദ്രയുടെ 700 ആണ് കേട്ടോ. അപ്പം അധികം ഞാൻ അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു അജിത് വ്ളോഗ്സ്. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ മോഡൽ ഉണ്ടല്ലോ, XUV 700 AX7 മോഡലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ സാധനം. ഏകദേശം 28 ലക്ഷം രൂപയാണ് ഇത് ഓൺ ദി റോഡ് വരുന്നത്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വാഹനത്തിന്റെ പുതിയ പതിപ്പാണ് നമ്മുടെ 700. ഒരു ഇന്ത്യൻ നിർമ്മാതാവിന് നിർമ്മിക്കാവുന്നതിലും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 3 വർഷം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ 3 ലക്ഷം യൂണിറ്റ് ആണ് ഇപ്പം 3 ലക്ഷം യൂണിറ്റ് ആണ് വിറ്റ് പോയിരിക്കുന്നത്. പ്രതിമാസം ഏകദേശം 6000 യൂണിറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നേരത്തെ XUV 500നെക്കാട്ടിലും നീളം ഉണ്ടല്ലോ, 100 മില്ലിമീറ്റർ നീളം ഇതിന്റെ കൂടിയിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ വീൽ ബേസ് 50 മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ. അടിപൊളി ഒരു ഗ്രില്ല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ഇതില് ഒരു ക്രോം ഫിനിഷ് ഒരു ലൈൻ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്വിൻ പീക്കിന്റെ ഒരു മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 700 തോന്നുന്നു ഈ ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ലൈറ്റ് ആണ്. സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ആണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. LED ലൈറ്റ് ആണ്. പിന്നെ വരുന്നത് ഇതിന്റെ ഫോഗ് ലാമ്പ്, ഒരു ഇത് ബമ്പർ സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മള് ഇനി നോക്കാൻ പോകുന്നുണ്ടല്ലോ ഇതിന്റെ സൈഡ് പോർഷൻ ആണ് കേട്ടോ. ഇതിന്റെ ഡോർ നോക്കാൻ നേരത്തെ നമ്മള് സാധാരണ കാറിനെ പോലല്ല, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതിന്റെ എന്താണ് ഈ പറയുന്നത് എനിക്കറിയത്തില്ല. ഈ പഞ്ച് ഹാൻഡിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അടിപൊളി ഒരു വിൻഡോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇത് 7 സീറ്റർ വണ്ടിയാണല്ലോ, അപ്പം ബാക്കിൽ അടിപൊളി ഒരു ഇരിക്കുമ്പോൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതാണ് സൈഡ് പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് റെസ്റ്റും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്. നമ്മൾ നേരെ ബാക്കിലേക്ക് പോവാം. ബാക്കിലേക്ക് വരാൻ നേരത്ത് ഇത് ഇവിടെ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് XUV 700 എന്ന് എഴുതിയ ഒരു ലോഗോയും, പിന്നെ ഇതിന്റെ ഒരു ആ വേരിയന്റില് AX7 എന്നുള്ള വേരിയന്റിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമറ ഇവിടെ ഉണ്ട്. ബാക്കിലും അതേപോലെ ട്വിൻ പീക്കിന്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രേക്ക് ലൈറ്റും മറ്റേ ബാക്ക് റിവേഴ്സ് വരുന്നതെല്ലാം അതിന്റെ ലൈറ്റൊക്കെ ഇങ്ങനെ ഒരു അടിപൊളി സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ബാക്കിൽ ഉള്ളത്. പിന്നെ ഇതിന്റെ ഡിക്കി സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഡിക്കി സ്പേസ് നോർമലി ഏകദേശം 200 ലിറ്റർ ഒക്കെയാണ്, 200-240 ലിറ്റർ ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇത് പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000-1200-1500 ലിറ്റർ ഒക്കെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അടിപൊളി ലോങ് ഡ്രൈവിനൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ലഗേജ് ഒക്കെ ഇവിടെ കൊടുത്ത് അടിപൊളിയായിട്ട് ട്രാവലൊക്കെ ചെയ്ത് വരാം. ബാക്കി സീറ്റിൻ്റെ ഒക്കെ ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി ഫസ്റ്റ് നോക്കാൻ പോകണുണ്ടല്ലോ നമ്മുടെ ഇന്റീരിയർ പോർഷൻ ആണ് കേട്ടോ. അതുകൊണ്ടാ വലിയൊരു സ്ക്രീൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല മീറ്റർ കൺസോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. ആപ്പിൾ കാർ പ്ലേ വന്നിട്ടുണ്ട്, ആൻഡ്രോയിഡ് കാർ പ്ലേ, പിന്നെ മ്യൂസിക് അത് ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ താഴേക്ക് നോക്കുവാണെങ്കിൽ തന്നെ AC ഓട്ടോമാറ്റിക് AC ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡ്യുവൽ AC ഉണ്ട് കേട്ടോ. ഇത് അതായത് നമുക്ക് ഡ്യുവൽ മോഡാണിത്. ഒരു കോ ഡ്രൈവർക്ക് ഇപ്പോൾ AC ഇപ്പോൾ വേണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC കുറയ്ക്കണമെങ്കിൽ AC കുറയ്ക്കാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് വന്നിരിക്കുന്ന 3 മോഡുകളാണ് കേട്ടോ. അതായത് സിപ്പ്, സാപ്പ്, സൂം. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ, സിപ്പ്, സാപ്പ്, സൂം. കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. സിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓടുന്ന മോഡൽ, പിന്നെ എക്കണോമി ഓടത്തില്ല അതേപോലെ. സാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഇച്ചിരി പവർ വരുന്നത്. സൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സ്പോർട്സ് മോഡില്ലേ അതേപോലെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ാണ് ഇപ്പൊ കിടക്കുന്നത്. പിന്നെ താഴേക്ക് വരാൻ നേരത്ത് കണ്ടോ MD മോഡ് എന്നുണ്ട്. മാനുവൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണ മാനുവൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഇപ്പം നമ്മൾ സാധാരണ കാറിലൊക്കെ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അങ്ങനെ ചെയ്യണ്ട. ഇതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ഗിയർ ചേഞ്ച് ആയിക്കോളും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കൺസോളാണ് കേട്ടോ. ഇപ്പം ഇപ്പം നോക്കുന്നത് ഇതിന്റെ കുറെ നമുക്ക് നന്നായിട്ട് ചേഞ്ചസ് വരാൻ പറ്റും. ഇപ്പം
ഇപ്പൊ എന്തായാലും നമ്മൾ റീസെന്റ് ഇതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വരുത്തില്ല. സൗണ്ട് ചേഞ്ച് ചെയ്യാനും പിന്നെ കോൾ എടുക്കാനും മ്യൂസിക് ആഡ് ചെയ്യാനും അങ്ങനെ ഫേവറേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവമുള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇതുണ്ടോ, ഒരു നല്ല അടിപൊളി പ്രീമിയം ലുക്കിൽ ഒരു ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മറ്റേ കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫുഡ് റെസ്റ്റ് ഉണ്ട്, അടിപൊളി ഫുഡ് റെസ്റ്റ് ആണ്. ഇത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീട്ടാൻ പറ്റും. അത് നമുക്ക് നല്ല ബാക്കിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയാൽ ഇവിടെ മറ്റേ കീ വെക്കാന്നുള്ളൊരു പോർഷൻ ഉണ്ട്. ഇവിടെ ഒരു നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തുവേണം നിങ്ങൾക്ക് വെള്ളം ഒക്കെ ഇവിടെ വെക്കുകയാണെങ്കിൽ നമ്മൾ കൂളായിട്ട് ഇരിക്കും കേട്ടോ. അടിപൊളി കുറച്ച് നല്ല അടിപൊളി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനുണ്ടല്ലോ, അതുണ്ടോ പനോരമയ്ക്ക് സൺറൂഫ്, നല്ല അടിപൊളി സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മഴയാണ്ട് ഞാൻ തുറക്കാതിരുന്നത്, നല്ല നല്ല അടിപൊളി മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി നല്ലൊരു നമുക്ക് ഇപ്പൊ യാത്രയൊക്കെ പോകാൻ നേരം ട്രാവലൊക്കെ ചെയ്യാൻ നേരത്ത് ഇത് തുറന്നിട്ട് പോയാൽ നല്ല വെളിച്ചം കിട്ടും. അടിപൊളിയാണ്. പക്ഷെ ഇതിന്റെ പുറത്തൊക്കെ കയറിയുന്ന MVD കണ്ടു കഴിഞ്ഞാൽ പിടിക്കും. അതെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ കൺട്രോൾസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് ഓഫ് കൺട്രോൾ ആണ്. അതായത് നമ്മളിപ്പോ ഈ സിഗ്നലിലൊക്കെ പോയി നിർത്താൻ നേരത്ത് വണ്ടി തന്നെ ഓഫ് ആവും, തന്നെ ഓൺ ആവും. അതിന്റെ ഗുണമുണ്ട് ദോഷമുണ്ട് കേട്ടോ. നമുക്കിപ്പം ഇപ്പൊ നമ്മൾ സ്ലോ ആക്കാൻ നേരത്ത് ചിലപ്പോൾ ഓഫ് ആയിരിക്കും സാധനം, ചിലപ്പോൾ ഓൺ ആയിരിക്കും. അതിപ്പം ഇപ്പൊ നമുക്ക് ഓഫാക്കി ഇടണമെങ്കിൽ ഓഫാക്കി ഇടാം. അടുത്ത നമ്മൾ നോക്കുന്നത് ഹിൽ ഡിസൈൻ കൺട്രോൾ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു കയറ്റത്തിലൊക്കെ പോയി വണ്ടി നിന്നാൽ നമുക്ക് ബ്രേക്ക് പിടിച്ചില്ലെങ്കിലും സാധനം പുറകിലോട്ട് വരത്തില്ല. അങ്ങനെ സാധനം കൺട്രോൾ ചെയ്താണ് നിർത്തിക്കുള്ളത്. ഈ മീറ്ററിൽ കാണാൻ പറ്റും അതിന്റെ ഇത് കണ്ടോ, ആ കൺട്രോൾ ഇടാൻ നേരത്തെ കണ്ടോ, അതെ ഹിൽ ഡിസൈൻ കൺട്രോൾ റെഡി എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ട്രാക്ഷൻ കൺട്രോൾ ആണ് കേട്ടോ. ഇത്രയൊക്കെ ബട്ടൺസ് ആണ്, കൺട്രോൾസ് ആണ് ആ ഒരു സൈഡിലുള്ളത്. ഇത് അടിപൊളി ഒരു ഫീച്ചറാണ് കേട്ടോ. ഇത് വേറെ കാറിനെ ഞാൻ കണ്ടിട്ടില്ല, ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. 3-2-1 മെമ്മറി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം വേറെ ഇപ്പം നമ്മളല്ലായിരിക്കും വേറെ ആരിലായിരിക്കും ഓടിക്കുന്നത്. അപ്പം അവർക്കിപ്പം കൺട്രോൾ ചെയ്യണമെങ്കിൽ, അതായത് ഇതിലൊക്കെ ഞെക്കിയിട്ട് ഇങ്ങനെ നമുക്ക് മാറ്റി സീറ്റ് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ ഈ നമ്പറിൽ ഏതെങ്കിലും ഞെക്കിക്കഴിഞ്ഞാൽ അത് സേവ് ആവും. അപ്പം അതിനാണ് ഈ മെമ്മറി കൺട്രോൾ കൺസോൾ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേ ഫുൾ ഈ ഡ്രൈവർ സീറ്റിന്റെ അവിടെ ഫുള്ള് വിൻഡോസ് കൺട്രോൾ മൊത്തം വെച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്യുന്ന ബട്ടൺ, അപ്പുറത്തേക്ക് നോക്കാൻ നേരത്ത് മറ്റേ ഈ ഒരു നോബ് ഗ്ലാസ് അഡ്ജസ്റ്റ് നോബാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുവാണെങ്കിലുണ്ടല്ലോ, റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത് ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടൺസ് ഒക്കെയാണ് ഈ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഒക്കെ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫോൺ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഈ നമ്മുടെ ഈ ട്വിൻ പീക്കിന്റെ ഒരു നല്ല അടിപൊളി ലോഗോ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ എയർ ബാഗ്സ് 6 എയർ ബാഗ്സ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആണുള്ളത്. ഭയങ്കര സേഫ്റ്റിയിലും കാര്യത്തിലൊക്കെ പക്കയാണ് നമ്മുടെ XUV700. ഫ്രണ്ട് പോർഷൻ കണ്ടു. ഇനി ബാക്ക് പോർഷനിലേക്ക് വരാൻ നേരത്ത് അടിപൊളി ഒരു നല്ല ഫുഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഫ്രണ്ടിലേക്ക് ഈ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടുകയൊക്കെ ചെയ്യാം. ഇച്ചിരി കയറ്റിയിടാം. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നല്ല ബാക്കിലേക്ക് ഇരിക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഇരിക്കാം, പക്ഷെ വലിയവർക്കും ഇരിക്കാം. പക്ഷെ ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ നേരത്തെ ഇച്ചിരി പാടായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന്റെ ഡോർ ഹാൻഡിലിന്റെ അവിടെ വരാൻ നേരത്ത് കണ്ടോ, അവിടെ ഒരു വിൻഡോസ് പവർ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് അവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം. ആ ഒരു ചെറിയൊരു വൈറ്റ് പോർഷൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. എല്ലാം അടിപൊളിയാണ്. അതേപോലെ തന്നെ ആണ്, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സി ടൈപ്പ് ചാർജർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ AC വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട് 2 എണ്ണം. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് കണ്ടില്ലേ, ഇത്രയൊക്കെയാണ് നമ്മുടെ XUV700 വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എന്നും പറയുന്ന പോലെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.